വെൽക്കം ടു ഒഫിയർ അക്കാഡമി. ഒഫിയർ അക്കാഡമിയുടെ GST Knowledge Series എല്ലാവർക്കും സ്വാഗതം. GST എന്ത്, GST നിയമങ്ങൾ എന്ത്, GST ഫയലിംഗ് എങ്ങനെ മുതലായ ഒരു ടാക്സ് പെയർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ നോളജ് സീരീസ് വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇൻട്രോഡക്ടറി സെഷനാണിത്. GST എന്ത്? GST എന്നാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1. അതിനു മുമ്പ് ഉണ്ടായിരുന്ന പല ഇൻഡയറക്ട് ടാക്സുകളായ വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി മുതലായവയെ മെർജ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ നേഷൻ സിംഗിൾ ടാക്സ് എന്ന ഐഡിയോളജിയിൽ കൊണ്ടുവന്ന ഒരു പുതിയൊരു ടാക്സേഷൻ സിസ്റ്റമാണ് GST. GSTയെ മൂന്നായി തിരിച്ചിരിക്കുന്നു: ഇൻ്റഗ്രേറ്റഡ് GST, സെൻട്രൽ GST, സ്റ്റേറ്റ് GST അഥവാ യൂണിയൻ ടെറിട്ടറി GST. എപ്പോഴാണ് GST ആപ്ലിക്കബിൾ ആവുന്നത്? ഒരു ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ നടക്കുന്ന സമയത്താണ് GST ആപ്ലിക്കബിൾ ആവുന്നത്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് ആ ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് GST ആപ്ലിക്കബിൾ ആവും. മറിച്ച് ഒരേ സ്റ്റേറ്റിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ സെൻട്രൽ GSTക്ക് പുറമെ സ്റ്റേറ്റ് GST ആണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നടക്കുന്ന ട്രാൻസാക്ഷനെ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്നും ഒരേ സ്റ്റേറ്റിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷനുകളെ ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്നും വിളിക്കും. കേരളത്തിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു ട്രേഡർ ആണെങ്കിൽ 40 ലക്ഷം ടേൺ ഓവർ ക്രോസ് ചെയ്യുമ്പോഴും ഒരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ 20 ലക്ഷം ടേൺ ഓവർ ക്രോസ് ചെയ്യുമ്പോഴാണ് GST രജിസ്ട്രേഷൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ ടേൺ ഓവർ ക്രോസ് ചെയ്ത് 30 ദിവസത്തിനകത്താണ് GST രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷനിൽ എന്നാണ് നമ്മുടെ ത്രഷോൾഡ് ക്രോസ് ചെയ്തതെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. GST സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമാണ് REG01. നിലവിൽ GST രജിസ്ട്രേഷൻ പ്രോസസ്സ് ആധാർ ബേസ്ഡ് ആണ്. REG01 സബ്മിറ്റ് ചെയ്തതിന് ശേഷം പ്രൊമോട്ടറുടെ അല്ലെങ്കിൽ ഓതറൈസ് സിഗ്നേറ്ററിയുടെ ആധാർ നമ്പർ മെൻഷൻ ചെയ്ത് അത് വാലിഡേറ്റ് ചെയ്യുമ്പോഴാണ് ആപ്ലിക്കേഷൻ സബ്മിഷൻ കംപ്ലീറ്റ് ആകുന്നത്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് GST ലോ ഓഫീസർക്ക് കൊടുത്തിട്ടുള്ള സമയപരിധി 7 വർക്കിംഗ് ഡേയ്സ് ആണ്. ആ 7 ദിവസത്തിനകത്ത് ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ GST ഓഫീസർക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് സെൻഡ് ചെയ്യാവുന്നതാണ്. ആ ഷോക്കോസ് നോട്ടീസിൽ എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഏത് ഡേറ്റിനകത്താണ് റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് കൂടി അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ആ ഡേറ്റിനകത്ത് റിപ്ലൈ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആവും. ഇനി റിപ്ലൈ കൊടുത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഷോക്കോസ് നോട്ടീസിന് കൊടുത്ത മറുപടി സാറ്റിസ്ഫാക്ടറി അല്ല എന്നുണ്ടെങ്കിൽ ഓഫീസർക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ, ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാന്നുള്ളത്. റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ടാക്സ് പെയർക്ക് മുന്നിലുള്ള ഓപ്ഷൻ ആ ഉള്ള പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പുതിയതായ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ടേൺ ഓവർ ത്രെഷോൾഡ് ക്രോസ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ എടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ മുന്നേ പറഞ്ഞത്. അതിന് പുറമെ ടേൺ ഓവർ ക്രോസ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും വോളണ്ടറി ആയിട്ട് ഒരു ടാക്സ് പെയർക്ക് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള പ്രൊവിഷനും GST ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് GST ആക്ട് പ്രകാരമാണ്. എന്നാൽ ആ സമയത്ത് നമുക്ക് സെൻട്രൽ GST ആക്ട് കൂടി ആപ്ലിക്കബിൾ ആണ്. എന്നാൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു തന്നാൽ സെൻട്രൽ GST ആക്ടിലും രജിസ്ട്രേഷൻ എടുത്തതുപോലെ ഒരു ടീംഡ് രജിസ്ട്രേഷൻ എന്ന രീതിയിൽ കണക്കാക്കും. നമ്മൾ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും അമെൻമെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഒരു പാർട്ട്ണർ പുതിയതായി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിലവിൽ പാർട്ട്ണർ റിട്ടയർ ചെയ്ത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു പുതിയ ഡയറക്ടർ വരികയോ അല്ലെങ്കിൽ നിലവിൽ ഒരു ഡയറക്ടർ റിസൈൻ ചെയ്യുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്ലേസ് ഓഫ് ബിസിനസ് മാറുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണം. ഈ കേസിൽ നമുക്കൊരു അമെൻമെന്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓഫീസർ വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു അമെൻഡഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇനിയുള്ള വീഡിയോയിൽ GST റിട്ടേണുകളെ കുറിച്ചും എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.